ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന നല്ലൊരു ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ മീൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഈ മീൻ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. മസാലയ്ക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാളയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ചെറിയ തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഞാൻ ചേർത്തു. നല്ല എരിവ് വേണം. നമ്മുടെ ഈ മീൻ നല്ല വലിയ മീനാണ്. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. ഓവറായിട്ട് മസാല അതിൽ തേച്ച് പറ്റിച്ച് വയ്ക്കാനും പാടില്ല. നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് മസാല മാറ്റണം, ഇല്ലെങ്കിൽ നമ്മുടെ മീൻ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 2-2.5-3 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഫ്രിഡ്ജിൽ നിന്ന് റെസ്റ്റ് ചെയ്ത മീൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്രില്ലിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ മീൻ ഞാൻ ഗ്രില്ലിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കനൽ പുറത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്കൊന്ന് മീൻ വെച്ച് കൊടുക്കണം. ഇപ്പം മീനിവിടെ കനലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഈ മസാലയ്ക്ക്. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റണം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.